നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല കൂടെ കൂട്ടേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾക്ക് അത്രമാത്രം വില നൽകുന്നു എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ കൂടെ കൂട്ടാനുള്ളത്. നിങ്ങളുടെ ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കണ്ടിട്ടോ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് പറയാം ഞാൻ ഫോൾ ഇൻ ലവ് ആണ്, ഐ ലവ് യു എന്നൊക്കെ. എന്നാൽ നിങ്ങളുടെ മാഡ്നെസ് കണ്ടതിന് ശേഷം, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കണ്ടതിന് ശേഷവും നിങ്ങളെ ചൂസ് ചെയ്യുന്ന വ്യക്തി ആരാണോ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ട വ്യക്തി. നിങ്ങളുടെ മാഡ്നെസ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയതിന് ശേഷവും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റണം. അങ്ങനെ ഒരു വ്യക്തിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റണം. ഹൈസ് ആൻഡ് ലോസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ലോസിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആ വ്യക്തിയുടെ സമയവും എനർജിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അവർ നൽകുന്നുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കൂട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾ വലിയ ഒറ്റപ്പെടലിലേക്കൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം. അത് മാത്രമാണോ? നിങ്ങളെക്കാൾ ഹോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ മികച്ചൊരിടത്ത് എത്തിച്ചേരും, അല്ലെങ്കിൽ വളരെ മികച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും എന്നൊക്കെ നിങ്ങളെക്കാൾ കൂടുതൽ ഹോപ്പ് തരും. ചിലപ്പോൾ നമ്മളൊരു തളർന്നു നിൽക്കുന്ന ഒരു പീരീഡിൽ നമുക്ക് വലിയ വിശ്വാസവും നമ്മളെക്കുറിച്ച് കാണില്ല. അപ്പോഴും നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് ബീയിങ് ലൈക്ഡ് എന്ന് പറയുന്നത് ഈസിയാണ്, ബീയിങ് വാല്യൂഡ് എന്ന് പറയുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും വില നൽകേണ്ട കാര്യം.